മേഘ്ന മുരളി കൂടി നമുക്കൊപ്പം ചേരുന്നു. വെങ്ങാനൂരിലെ ജെറി പ്രേംരാജിൻ്റെ സ്മൃതി കുടിയിരുത്തിൽ നിന്നാണ് മേഘ്ന മുരളി ചേരുന്നത്. മേഘ്ന, ഗുഡ് മോർണിംഗ്. യഥാർത്ഥത്തിൽ ഇതുപോലൊരു ദിവസമാണ് ജെറി പ്രേംരാജ് വീരമൃത്യു വരിച്ചത്. യഥാർത്ഥത്തിൽ കാർഗിൽ യുദ്ധത്തെക്കുറിച്ച് നമ്മൾ ആലോചിക്കുമ്പോൾ അറിയാതെ ജെറി പ്രേംരാജിനെ നമ്മൾ ഓർമ്മിച്ചു പോകും. മലമുടിയിലേക്ക് പാകിസ്ഥാൻ പട്ടാളത്തെ തകർത്ത് തരിപ്പണമാക്കാൻ പോയ പട്ടാളക്കാരിൽ ഒരാളായിരുന്നു ജെറി പ്രേംരാജ്. പറയൂ. ഗുഡ് മോർണിംഗ് എസ്കെൻ. അഭിമാനം, അചഞ്ചലമായ പോരാട്ടവീര്യം എന്നല്ലാതെ ഈ ജെറി പ്രേംരാജിന്റെ വെങ്ങാനൂരുള്ള വീട്ടിൽ നിൽക്കുമ്പോൾ മറ്റൊന്നും പറയാനില്ല എന്നുള്ളതാണ്. കാരണം അത്രയേറെ ഈ കാർഗിൽ വിജയ് ദിവസത്തിൽ അത്രയേറെ അഭിമാനത്തോടെ, അതായത് ഒരു പുതുതലമുറയിലെ ഒരു വ്യക്തി എന്ന രീതിയിലും അഭിമാനിക്കാൻ ഏറെയുള്ള ഒരു പങ്ക് ജെറി പ്രേംരാജിന്റെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു എന്നുള്ളതാണ്. അത്രയേറെ ധീരമായിട്ടുള്ള പോരാട്ടം കാഴ്ചവെച്ച ശേഷമാണ് വീരമൃത്യു കൈവരിച്ചത് എന്നുള്ളതും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. കാരണം അതിൽ 40 ദിവസം മാത്രമായിരുന്നു ജെറി പ്രേംരാജ് വിവാഹം കഴിഞ്ഞ ശേഷം ആണ് ഈ യുദ്ധത്തിലേക്ക് പോകുന്നത്. പിന്നീട് ആ ഒരു നെഞ്ചിൽ വെടി ഉണ്ട് ഏറ്റിട്ടും അല്ലെങ്കിൽ ആ ഒരു ശത്രുരാജ്യത്തിന്റെ ആക്രമണങ്ങൾക്കിടയിലും ധൈര്യമായി പോരാടിയ ഒരു വ്യക്തി കൂടിയായിരുന്നു ജെറി പ്രേംരാജ്. ഇപ്പോൾ എൻ്റെ കൂടെയുള്ളത് ജെറി പ്രേംരാജിന്റെ അമ്മയാണ്. അമ്മ, എന്താണ് മകനെ കുറിച്ച് ഓർക്കുന്നത്? രാജ്യത്തിന് വേണ്ടി മരിച്ചതാണ്. സങ്കടമുണ്ട്, എന്നാലും അഭിമാനിക്കുന്നു. രാജ്യത്തിന് മരിച്ചതിൻ്റെ അവസാനത്തെ എഴുത്തിൽ അങ്ങനെ എഴുതിയിരുന്നു ഞങ്ങളോട്, അപ്പായും അമ്മയും വിഷമിക്കരുത്, നിങ്ങൾ എന്നെ ഓർത്ത് അഭിമാനിക്കണം, ഞങ്ങൾ ശത്രുക്കളെ ഓട്ടിച്ചിട്ട് എത്രയും പെട്ടെന്ന് തിരിച്ചു വരും, അതിനുവേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞാണ് അവൻ അവസാനത്തെ കത്തിൽ എഴുതിയിരുന്നത്. അപ്പോൾ തന്നെ ഞങ്ങൾക്ക് എന്തോ ഒരു സംശയം തോന്നി. എന്താണ് 5-ാം തീയതിയാണ് ഈ എഴുത്ത് കിട്ടണത്, 7-ാം തീയതി എസ്കെൻ അങ്ങനെ തന്നെയാണ്. അതായത് അവസാനം എഴുതിയ കത്തിൽ ജെറി പ്രേംരാജ് പറയുന്നത് ഇങ്ങനെയാണ്: അപ്പയും അമ്മയും വിഷമിക്കരുത്, ഞാൻ ശത്രുരാജ്യത്തിന് വേണ്ടി പോരാടുകയാണ്, ധൈര്യമായി ഇരിക്കൂ എന്നുള്ളതാണ് ജെറി പ്രേംരാജ് അവസാനം കത്തിൽ എഴുതിയത്. അങ്ങനെ അത്രയേറെ ധൈര്യശാലിയായിരുന്നു, ആത്മവിശ്വാസം ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. കൂടാതെ ഇപ്പോൾ ഇവിടെ ഈ വീട്ടിലേക്ക് പലതരത്തിലുള്ള ബഹുമതികളും പലരും ജെറി പ്രേംരാജിന്റെ ഓർമ്മകളെ തേടി എത്തുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ തിരുവനന്തപുരത്തെ തന്നെ സൈനിക കൂട്ടായ്മയാണ് എൻ്റെ കൂടെയുള്ളത്. എങ്ങനെയാണ് ഓർക്കുന്നത്? സാർ എന്ന് പറയുന്നത് നമ്മുടെ വീര്യവും ശൂരവും ഒക്കെയാണ്. കാര്യം നമ്മുടെ ഈ ഒരു ഇതിലേക്ക് വേണ്ടിയിട്ട് നമുക്ക് അഭിമാനത്തോടെ തലയുയർത്തി നിൽക്കാൻ പറ്റുന്ന ഒരു വ്യക്തിയാണ് ക്യാപ്റ്റൻ സാബ്. എസ്കെൻ, അങ്ങനെ ഈ ഒരു കാർഗിൽ വിജയ് ദിവസ് ആഘോഷിക്കുമ്പോൾ അല്ലെങ്കിൽ ആചരിക്കുമ്പോൾ അതിൽ പ്രധാനമായും ഈ വെങ്ങാനൂരും തിരുവനന്തപുരം ജില്ലയും മലയാളികളും ഒക്കെ ഏറെ അഭിമാനിക്കുന്നത് ഈ ജെറി പ്രേംരാജിനെ കുറിച്ച് ഓർത്തു തന്നെയാണ്. അതിൽ ഈ ടൈഗർ ഹിൽസ് പിടിച്ചെടുക്കാനുള്ള ഒരു പോരാട്ടത്തിനിടയിലാണ് ഈ ശത്രുരാജ്യത്തിന്റെ ആക്രമണത്തിനിരയാകുന്നത്. അതിനുശേഷം അതിൽ വെടിയുണ്ട ഏറ്റിട്ടും അതിൽ ഈ ശത്രുരാജ്യത്തെ ആക്രമിച്ച് കീഴ്പ്പെടുത്തിയ ശേഷമാണ് ജെറി പ്രേംരാജ് വീരമൃത്യു വരിക്കുന്നത് എന്നുള്ളതും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. ഇന്ന് രാജ്യവും മലയാളികളും തിരുവനന്തപുരം ജില്ലയും വെങ്ങാനൂരും സ്വദേശവും ഒക്കെ ജെറി പ്രേംരാജിനെ കൂടി ഓർക്കുകയാണ്. താങ്ക് യു. വെങ്ങാനൂരിലെ ജെറി പ്രേംരാജിൻ്റെ സ്മൃതി കുടീരത്തിൽ നിന്നാണ് മേഘ്ന മുരളി തത്സമയം ചേർന്നത്. ആ അമ്മയെ പോലെയുള്ള അമ്മമാരാണ് നമ്മുടെ കരുത്ത് എന്നുകൂടി ഓർമ്മിക്കുക. ജെറി പ്രേംരാജിൻ്റെ അമ്മ പറയുന്നത് കേട്ടില്ലേ, അഭിമാനമുണ്ട് മകൻ രാജ്യത്തിന് വേണ്ടി രക്തസാക്ഷിയായതിൽ.